മിക്ക ട്രാവലേഴ്സിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഇടമാണ് മഹാരാഷ്ട്രയിലെ ഹരിയ ഫോർട്ട്. എൻ്റെയും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനും ഹരിയ ഫോർട്ട് കയറി ഇറങ്ങിയപ്പം എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യത്തേത്, എനിക്ക് ഹരിയ ഫോർട്ട് കുറച്ച് ഓവർ ഹൈപ്ഡ് ആയിട്ട് തോന്നി. കാരണം ഒത്തിരി റീൽസുകൾ ഈ പേടിപ്പെടുത്തുന്ന 80 ഡിഗ്രി സ്റ്റീപ്പ് ക്ലൈമ്പിനെ പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു 80 ഡിഗ്രി ഫീലേ വരുന്നില്ല. ഒരു നോർമൽ മല കയറുന്നത് പോലെ മാത്രമാണ് തോന്നുന്നത്. പിന്നെ ഹരിയ ഫോർട്ടിൻ്റെ സ്റ്റെപ്സിൻ്റെ ഇടയിലാണെങ്കിലും ഇതുപോലെ രണ്ട് സൈഡിൽ പിടിച്ച് കയറാൻ വേണ്ടി കാർവ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് പിടിച്ച് കയറി ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെക്കാണ് ഹരിയ ഫോർട്ട്. ആൻഡ് ഈ ഒരു 80 ഡിഗ്രി സ്റ്റീപ്പ് അത് ക്യാമറ ആംഗിളിൽ മാത്രം ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പേടിപ്പെടുത്തലാണ് എന്നാണ് എനിക്ക് തോന്നിയത്. പല റീൽസ് കണ്ട് പേടിച്ച് ഹരിയ ഫോർട്ട് കയറാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെക്ക് മാത്രമാണ് ഹരിയ ഫോർട്ട്. രണ്ടാമത്തത്, ഹരിയ ഫോർട്ട് റൂൾ ചെയ്യുന്നത് തന്നെ കുറച്ച് കുരങ്ങന്മാരാണ്. സോ ഹരിയ ഫോർട്ട് കയറാൻ പോകുമ്പം ബിസ്ക്കറ്റോ വെള്ളമോ അല്ലെങ്കിൽ ബാഗോ ഇല്ലാണ്ട് വേണം കയറാൻ. കാരണം ചെക്ക് പോസ്റ്റിൽ എങ്ങനെ ചെക്ക് ചെയ്യോ അതുപോലെ കുരങ്ങന്മാർ നമ്മുടെ പോക്കറ്റ് അടക്കം ചെക്ക് ചെയ്തിട്ടേ നമ്മളെ മേലേക്ക് കയറ്റി വിടത്തുള്ളൂ. മൂന്നാമത്തത്, ഹരിയ ഫോർട്ട് ഒത്തിരി ഓവർ ക്രൗഡഡ് ആണ്. സോ മാക്സിമം വീക്കെൻഡ്സിൽ പോകുന്നത് ഒഴിവാക്കി വീക്ക് ഡേയ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മഹാരാഷ്ട്രയിലെ വിശേഷ ദിവസങ്ങളിലോ പോകാൻ വേണ്ടി നോക്കുക.